സിലബസ് ആയാലും CBSE ആയാലും 90+ ഉറപ്പ് 90+ 10 days ചാലഞ്ച് ഏറ്റെടുക്കൂ. സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ ഈ ഗെയിം ഇല്ലെങ്കിൽ സൂപ്പർ പവർ ഇല്ല. നമ്മൾ ഈ ഉപ്പില്ലാത്ത കഞ്ഞി എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ അങ്ങനെ ആയിരിക്കണം. അതായത് ചേച്ചി സൂപ്പർ പവറിൽ നമ്മളൊരു അടിപൊളി ഒരു ഗെയിം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും സൺഡേ ആവാൻ വേണ്ടി കാത്തിരിക്കും. അതായത് ഈ ഗെയിമിന് വേണ്ടിട്ട്. ഗെയിമിന്റെ പേര് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയൂ. യെസ്, മൂവിംഗ് ഓൺ ടു our viral game and that is പാട്ടസൂടോ. സൂഡോ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും സൂടോട് കൂടിയിട്ട് തണുത്ത വെള്ളത്തിൽ ഐസും കട്ടയിൽ നിന്നിട്ട് പാടണം. എങ്ങനെയുണ്ടത്? സൂട് പാട്ട് തണുത്ത വെള്ളത്തിൽ ഐസും കട്ടയിൽ. നല്ല 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 രസമല്ലേ? അപ്പൊ നല്ല സുഖമായിരുന്നു. നന്നായിട്ട് വരും അല്ലേ? തീർച്ചയായിട്ടും. അതുമല്ല ചേച്ചി, നമ്മൾ ക്ലൈമറ്റിക് കണ്ടീഷനെ നമ്മൾ വളരെയധികം റെസ്പെക്ട് ചെയ്യണം. കാരണം ഇംഗ്ലീഷ് ഭാഷയും പറയുമ്പോ പാട്ട് സൂടല്ല, പാട്ട് ചുടും. അത് ഐസ് കനലിൽ ഇട്ടവൻ ചുടും. ചേട്ടാ, അതാണ് ഈ പാട്ട് ഗ്രിൽ എന്ന് പറയുന്നത്. അതാണ് സാധനം. ഗ്രിൽഡ് കോമഡി കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. ഞാൻ പട്ടിക്ക് കൊടുത്താലും നിനക്ക് തരില്ല. ആദ്യമായിട്ട് ബുക്കിൽ എനിക്കൊരു സ്ഥാനം കിട്ടി. അപ്പൊ ചേട്ടാ എപ്പോ എഴുതാണെങ്കിലും ലക്ഷ്മി നക്ഷത്ര വക എഴുതാൻ മറക്കില്ല. ഒരു വക എന്നായാലോ? എന്താണ് ലക്ഷ്മി നക്ഷത്ര ഒരു വക? എന്നെ പല വകയാക്കരുത്. ഉല്ലാസേ, നിങ്ങളുടെ ടീമില് മധു അഞ്ചൽ എന്ന് പേരുള്ള ഒരാളുണ്ട് ഉണ്ടല്ലോ. എന്തിനാ അവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുക. ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി. നിങ്ങളുടെ ടീമിൽ നീ ഇരിക്കുന്നത് പോലെ അത്രയേ ഉള്ളൂ. ഇവിടെ വ്യത്യാസം. ശരി, അപ്പൊ ഇനിയുള്ള കോമഡികൾ മൊത്തം പാട്ടായിട്ട് ഇങ്ങനെ ഒഴുകി. അതെ. ആദ്യം അഞ്ചൽ മധു ഒരു ചെറിയ പാട്ടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കോമഡി എന്തേലും പറയും. എന്നിട്ട് അതല്ല, ആദ്യമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഫുള്ള് സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണോ? ഒരു പ്രോബ്ലം ഇല്ല. കഴിഞ്ഞ ദിവസം ഇവൻ ഞാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മധുചേട്ടൻ ഇങ്ങനെയല്ല. അല്ലായിരുന്നു. ഒന്നുമില്ല, പറ്റിയിട്ടുണ്ട്. ലക്ഷ്മി, മധു ആണെങ്കിൽ ഐസിട്ട വെള്ളം പോലും കുടിക്കാത്ത ആളാ. ഇങ്ങനെ കേറി നിൽക്കും. ചേട്ടന് ഐസ് ക്യൂബ്സും തണുത്തുള്ളൊന്നും ഇഷ്ടമല്ല. പാടുവേ, ഗായകനാണ്. കാരണം എരിവ് കഴിക്കില്ല, ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യില്ല, തണുത്ത വെള്ളം കുടിക്കില്ല. ചേട്ടാ, വന്ന സ്ഥിതിക്ക് ഒരു രണ്ടുപേര് പാട്ട് പാടിയിട്ട് പോവാ. ഞാൻ തന്നെ തുടങ്ങണം. പാട്ട് പറഞ്ഞ ദയവ് നീ അതീ പാടരുത്. പിച്ച് ഔട്ട് ആയി പോകും. നിന്റെ പാട്ട് പിച്ച് ഔട്ട് ആയി പോകും. ഇപ്പൊ കാണട്ടോ, മധുചേട്ടൻ തിരിച്ചു വരും. അതൊരു നല്ലൊരു കൈ കൊടുത്ത് അവനെ കയറ്റി വെക്കാം. ഈ പറഞ്ഞതിനെല്ലാം ഒരു തിരിച്ചടിയായിട്ട് നല്ലൊരു പാട്ട് പാടും. അതെ, അടിപൊളിയാ. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രഭാതവലയമണിഞ്ഞൊരു സുന്ദരി പ്രഭാത പുഷ്പമായി വിടർന്നു എന്റെ വികാരമണ്ഡലത്തിൽ അവർ പ്രേക്ഷകർ പലതും പറയും. കലാകാരന്മാരെ മൈൻഡ് ചെയ്യില്ല. പാട്. അവളൊരു മോഹിനിയായിരുന്നു, അഴകുള്ള ദേവതയായിരുന്നു, നയനങ്ങളിൽ നഗരങ്ങളിൽ അക്ഷതി പൂർണിമ പൂത്തിരുന്നു, രാഗമായി രാഗതാളമായി ഓർമ്മയിൽ അവളെന്നും ജീവിക്കുന്നു. എനക്കിതിന് മാസക്കൂലിയ ദാസക്കൂലിയ. അടിപൊളി. എനിക്ക് ഒരു കൂട്ടായി. ശരി, ഓക്കെ. അപ്പൊ ഇത് തണുത്ത പാട്ടസൂടോ ആയിരുന്നു. നമ്മളപ്പോ എങ്ങനെയാണ് പാട്ടസൂടോ, ചൂട് പാട്ടസൂടോ എന്നുള്ള ഗെയിം പറഞ്ഞുതരാം. അതായത് രണ്ട് ടീമും ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഒരു ടീമിൽ നിന്ന് ഒരു മെമ്പർ വരുന്നു. വന്നതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ളൊരു ബോക്സ് എടുക്കാം കേട്ടോ. ആ ബോക്സിൽ എന്ത് പ്രോപ്പർട്ടി ആണോ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് അവർക്ക് എത്രത്തോളം പാട്ട് പാടാൻ പറ്റും, മാക്സിമം നമ്പർ ഓഫ് സോങ്സ് ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ വരച്ച് പാടണം. അതാണ് ടാസ്ക്. ഏറ്റവും ലാസ്റ്റ് ഒക്കെ അത് അവിടുന്ന് പാനൽ പറഞ്ഞു തുടങ്ങുമ്പോൾ ടീം മെമ്പേഴ്സ് ഈ പെട്ടിക്കകത്ത് ഏത് പെട്ടിയിലാണ് പേപ്പട്ടിന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോ മനസ്സിലാവും. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. അപ്പൊ എന്തൊക്കെ ഗിഫ്റ്റുകളായിരിക്കും, പ്രോപ്പർട്ടീസ് ആയിരിക്കും ഓരോരുത്തർക്ക് കിട്ടാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം വരാൻ പോണേ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇതിന്റെ ഉള്ളിൽ കയറി പാട്ട് പാടുകയാണെങ്കിൽ അറിയാണ്ട് നമ്മൾ ഡാൻസ് ചെയ്തു പോകും.
അപ്പൊ അതുകൊണ്ടൊരു ഡാൻസറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം. അവിടെ ഇരുന്നോ ഐഷു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഗെയിം ഐഷു മാത്രമേ കളിക്കുന്നുള്ളൂ, വേറെ ആർക്കും കളിക്കണ്ടേ? ഇങ്ങനെ പൊടി പൊടി പൊടിയണം നമുക്ക് കാണാൻ പറ്റും. ഐസ് കളിക്കാൻ ഇറങ്ങുമ്പോൾ സാധനം ഐസാണ്, കളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഉപ്പ് കട്ടയാവും. ശരി, ഐഷു ഇഷ്ടമുള്ള ബോക്സ് ടീം മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് വേഗം ആയിക്കോട്ടെ. നെൽസൺ ചേട്ടാ ഏത് ബോക്സ്? നീണ്ടത് തന്നെ എടുത്തു. അതാ ഓക്കെ, അപ്പൊ വീണയാണ്. ഐഷുവിനെ പെർഫോം ചെയ്യാൻ വേണ്ടി പോവാണ്. വീണ വെച്ച് എത്ര പാട്ടുകൾ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. അത് മൈസിൽ കയറി നിന്നിട്ട് ഈ പ്രോപ്പർട്ടി പിടിച്ചോളൂ. റെഡി? സോ കൗണ്ട് ഡൗൺ പ്ലീസ്. അയ്യോ അയ്യോ. റെഡി? വീണ. സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ പടവേ ചേച്ചി മുള്ളു കുത്തുന്നു. കണ്ടത്തിൽ ഞാറ് നടാൻ അങ്ങ് നടുക്കോട്ട് പോവാണോ? എന്നുള്ളിൽ മൗനം പാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ ഗാനം നൽകൂ ദൂതും തേടി ഏതോ നേരം സ്വർണ്ണങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും ഒഴുകി പൊന്മീടെ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും ഗാനം നൽകൂ. അടുത്ത പാട്ട്. വെരി ഗുഡ്. വൺ. വീണപ്പൂവുകൾ മകോടുന്ന ഇരപ്പൂവുകളത്. ആണോ? അടുത്ത പാട്ട്. പറയാം. വീണപ്പൂവേ ആ കുമാരനാശാന്റെ അതെന്താ പാട്ട്? അണ്ണനെ പറ്റുന്ന നുണ പറയലടാ. വീണ പൂജ നിലത്ത് കിടക്കണ പോവാ. വിശ്വദർശന ചക്രവാളത്തിലെ ഓ, അവളെ കാലും കൊണ്ട് തബല വായിക്കാം. നീ ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ വീണപ്പൂവേ. ആരും ഹെൽപ്പ് ചെയ്യരുത്. പോയിന്റ്സ് എത്രയുണ്ടെന്ന് ലാസ്റ്റ് പറയാട്ടോ. ഐഷു എനിമോർ? മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിൽ ഉണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ എന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. ഇനി ടീം മെമ്പേഴ്സിന് ഐഷു പാടിക്കഴിഞ്ഞ് രണ്ടാമത്തെ വരി കഴിഞ്ഞാലേ ജോയിൻ ചെയ്യാൻ പറ്റും. പാട്ട് പറഞ്ഞു കൊടുക്കാൻ തോന്നേട്ടാ. പാട്ട് പറയാം. പിന്നിലെ ഗന്ധർവ വീണകൾ പിന്നിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ വീണകൾ പാടുന്ന സംഗീത. പാനലിൽ നിന്നുള്ള ഒരു തീരുമാനമാണ്. ഈ ഒരു പാട്ടിന് പോയിന്റ് ഉണ്ടാവില്ല, കാരണം പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് പിന്നെ കയറി നിന്നോ. അല്ല പോയി. പിന്നെ ആദ്യമേ സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ടാണ്. പാട്ട് ഐഷു തന്നെ കണ്ടുപിടിക്കണം. ഐഷു രണ്ടുവരി പാടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പാട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പറഞ്ഞു കൊടുക്കാം, പാടി കൊടുക്കരുത്. പറഞ്ഞു തന്നാ മതി, പെട്ടെന്ന് പറഞ്ഞാ ഇത് പറഞ്ഞ പാട്ട് പറഞ്ഞു കൊടുക്കാം, പക്ഷെ പാടി പിന്നെ കൊടുക്കരുത്. പറയാം, പെട്ടെന്ന് പറഞ്ഞതാ. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. എത്ര രൂപയ്ക്കാന്ന്? എന്റെ വീണ കമ്പി അതറിഞ്ഞൂടാ. എന്റെ വീണ കരവീണ മൃദുപാണി നാണി സുരസുര കല്യാണി. എന്റെ കാല്. ഡാൻസ് ടീച്ചറായി നിന്ന് മെഴുകുന്നത് വരവീണയ്ക്ക്. അതും കീർത്തനം. കീർത്തനം അറിയില്ല ഡാൻസ് ടീച്ചർക്ക്. സ്വരകന്യകമാർ വീണ ചേട്ടാ പാടല്ല ചേട്ടാ. പറഞ്ഞു കൊടുത്തൂടാ സാർ. സ്വരകന്യകമാർ. ഓക്കെ, ഐഷു തോൽവി സമ്മതിക്കാണോ?
ഐഷു ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഗെയിമിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം. ഐഷുവിന് അങ്ങനെ ഒരു ചരിത്രമില്ല. ഐസാണ്, ബുദ്ധിമുട്ടായിരിക്കും. എന്ത് ചിലങ്കി എണിയേണ്ട കാലുകളിൽ ഐസ് കട്ടയോ? ചൂടാണ്. മരവിച്ചോ? എന്നാ ചേട്ടൻ കയറും. എന്റെ ടീമിനെ എനിക്ക് തടവാൻ അറിയാം. ഉല്ലാസേ ശരി, ഓക്കെ. അപ്പൊ ഇതിലും ഐഷു തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ഒട്ടും ഈസി ടാസ്ക് അല്ല. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ഗെയിമിലൊക്കെ ഭയങ്കര സ്പിരിറ്റ് ഉള്ള ഒരാളാണ് അന്ന. അടി അന്നാന്ന് പറയുമ്പോ അന്ന ജസീലേനെ നോക്കുവാന്ന്. ഏത് പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വേഗം ചോദിച്ചോളൂ. നോക്ക് ഇഷ്ടമുള്ളത്. നമുക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? പിള്ളേരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്തായാലും ഇത് പൊളിയും. അപ്പൊ പിന്നെ ഏതൊന്നും നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനാ കുളിര്. അപ്പൊ കുളിര് വരണ പാട്ടുകളായിരിക്കണം പാടേണ്ടത്. കുളിര് വരണ ഇൻ ദ സെൻസ് പാട്ടിൽ എവിടെയെങ്കിലും കുളിര് വരണം. മോളെ ഈ കുളിര് കയറുമ്പോഴേ തെള്ളു വല്ലം തെറിക്കോ തലേന്ന്? യുവർ ടൈം സ്റ്റാർട്ട്സ് നാട് കുളിരാണ്. ചേച്ചി കുളി മാത്രം മതിയോ? കുളിർ. നോക്ക് ഇഷ്ടമുള്ളത് പാടിക്കോ. ചേട്ടാ വെളുക്കുമോ കുളിക്കുമോ? അപ്പാട്ട് വേണോ? ഏത് വേണമെങ്കിലും പാടി. അല്ല കുളിര് അത് കുളിരല്ല. വെളുപ്പിനെ കുളിരുണ്ടല്ലോ. ഓക്കെ. വെളുപ്പിനെ പോകുമ്പോ ഞങ്ങളുടെ ഹയർ റേഞ്ചിൽ അങ്ങനെ ചേച്ചിക്ക് അറിയാം. അന്നാ ഇറങ്ങിയ വെളുപ്പിനെ ചേച്ചി ഇങ്ങനെ കാണിച്ചിട്ടല്ലേ ചായ കുടിക്കാം. അപ്പൊ കുളിരില്ലായിരുന്നില്ലേ? അപ്പൊ വെളുപ്പിനെ പോകുമ്പോ കുളിരുണ്ടാവും. അപ്പൊ വെളുക്കും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കുളിര് വരണേ. കുളിർ കാറ്റിനോടും കിളികളോ കളകൾ ചൊല്ലി നീ. പൂങ്കാറ്റിനോട് വാ. അതിനകത്ത് കുളിരുണ്ട്. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ. അതിനകത്ത് ഇവിടെ കുളിര്. കാല് കണ്ട് താത്ത് വെക്കണം. കുളിര് കൂട്ടി അറിയില്ല. ചേച്ചിയുടെ പടത്തിലെ പാട്ടുപാട്. ഇതിനെ കുളിര് കോരിക്കോളും. താരാപദം. താരാപദം അതിനകത്തോടെ കുളി. താരാപദം തേടുന്നിതാ സ്നേഹാമൃതം പെയ്യുന്നിതാ മലർമേഘമേ. അടുത്ത വരി. മലർമേഘമേ കുളിർ കൊണ്ടുവാ. തെങ്കുറിഞ്ഞി പൂശി തെങ്കുറിഞ്ഞി പൂവിൽ മലർ ചുംബനങ്ങൾ നൽകാം ഞാൻ. ടീം മെമ്പേഴ്സിനെ അത് പാടിക്കോ. ശരിക്കും താരാപദം ചേതോഹരം പ്രേമാമൃതം ചെയ്യുന്നിതാ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൻ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപദം പ്രേമാമൃതം പെയ്യുന്നിതാ. ആസ്വദിച്ച് പാടുമ്പോ കൊന്നു വേവുക. അത് പിരിച്ചേട്ടാ എക്സ്ട്രാ ഓർഡിനറി കണ്ടെത്തലായി പോയി. അടിപൊളി, സൂപ്പർ. ചേച്ചി ഈ ഫിലിം ഇപ്പൊ ഇറങ്ങിയിട്ട് എത്ര കൊല്ലായിട്ടുണ്ടാവും? എന്റെ പൊന്നെ, എന്റെ കൊച്ചത്തെ വറുത്തോണ്ടിരിക്കുക ഇവിടെ. കൊള്ളാലോ. വെറുതെ നമുക്കൊന്ന് മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാലോ, അതുകൊണ്ട് വെച്ചതാ. ഓൻ പറ, അടുത്ത് പറ. കുപ്പിവള കിളി കിളി കിളിങ്ങണല്ലോ, കാൽത്തലകൾ കിളി കിളി കിളിങ്ങണല്ലോ, കരളിന്റെ കരളെ പറയാതെ അറിയാത്തതൊന്നും ചെല്ലാതെ. പാടണം. ആരാ പറഞ്ഞു കൊടുക്കണത്? അവനാ തിമിരത്തിന്റെ ശസ്ത്രം. എന്റെ മോളെ അവൻ പറഞ്ഞൊക്കെ നീ അല്ലാതെ കേക്കുവോ? പാടരുത്. ഇളമഞ്ഞിൻ കുളിരുമായൊരു ഇളം മഞ്ഞിൻ കുളിരുമായൊരു ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ എന്റെ ഭഗവാനി ആയിട്ടില്ല. അറിയണത് പഠിക്കോളൂ. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ വരുന്നെന്റെ നിറച്ച കതിർ വിരഹവേദനിൽ ഉരുകി പാടും രാഗം ഗാനം പല്ലവി. ചേട്ടാ ജ്ഞാനം ഗേഹം നരസിംഹ അതാണ് ഉദ്ദേശിച്ചത്. കുളിർ തെന്നലോലും മന്ദാരം പുതിയ പാട്ട് മറ്റേ പ്രണവ് മോഹൻലാലിന്റെ പാട്ടല്ലേ ആ പാട്ടെന്ന് പറഞ്ഞതാ. ചന്ദനക്കാറ്റ് കുളിർ കൊണ്ടുപോവാ. അത് തന്നെ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. മുറിവേറ്റ പൈങ്കിളിക്കൊരു
സ്വരരാഗ വീണയുമായി കതിർ കൊണ്ടുവാ കാറ്റേ കുളിർ ബാക്കി പാടില്ല കാറ്റേ കൊണ്ടുവാ ചന്ദന കാറ്റേ കുളിർ കൊണ്ടുവാ മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ കൊണ്ടുവാ ചന്ദന കാറ്റേ കുളിർ കൊണ്ടുവാ ചന്ദന കാറ്റേ പൈങ്കിളിയല്ല അടയ്ക്കാക്കുരുവിയായി മരത്തിലെ മണിപ്പതക്കെന്താ അമ്മായി എന്താണ് ഇഷ്ടമുള്ള പാട്ടല്ലേ വേണ്ട കുളിര് വെച്ച് ദേ തമ്പുരു കുളിർ ചൂടിയോ കുളിർക്കാറ്റിലൂഞ്ഞാലാടാം മഞ്ഞ കൂടാരത്തിൽ കുറുക്കുത്തി മൈനേവായോ കുളിപ്പാട്ടിലൂഞ്ഞാലാടാം കുറുമ്പിന്റെ ജാലം കാട്ടാം കുളിർ മഞ്ഞു കൂടാരത്തിൽ കുണുക്കുത്തി മൈനേവായോ മറച്ചില്ല ചേക്കേറുന്നു മനസ്സിന്റെ മച്ചിന്മേലെ മറച്ചില്ല ചേക്കേറുന്നു മനസ്സിന്റെ മച്ചിന്മേലെ തെറ്റാ. അടുത്തത് അല്ല പാട്ടുണ്ട് അങ്ങനത്തെ ഒരു പാട്ടുണ്ട് അല്ലാതെ തെറ്റാ കുയില അത്. ശരി കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ എത്ര പാട്ടുകൾ പാടി എത്ര എണ്ണം കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ ഫൈനലി നമ്മൾ പറയാം. ഇതൊന്നും ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് ഞാൻ ഈ ഗെയിം കളിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഈ ടീമിൽ നിന്ന് ആരെ വിളിക്കണ്ടേ? ഉല്ലാസ് പന്തളം. ആരെ വിളിക്കണ്ടേ ഏട്ടാ? ചേട്ടൻ പറ, ആരെ വിളിക്കണ്ടേ? നെൽസൺ ഉല്ലാസ് പന്തളം. ഉല്ലാസേട്ടനെ വിളിക്കണല്ലേ? അപ്പൊ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഉല്ലാസേട്ടനെ ഞാൻ പിന്നെ വിളിക്കാം. വരും. ഇപ്പൊ ഐസ് വെള്ളം ഇപ്പൊ ചൂടാകുന്നുണ്ടോണം, ആ വെള്ളം വെട്ടിത്തിളക്കും ഇപ്പൊ. ആ സിമ്പിൾ. സൂര്യകാന്തി. പൂന്ന് പറഞ്ഞാ പോരെ. പൂവ് മതി. അത് സൂര്യനല്ലേ? പൂവ് കേട്ടോ. ചപ്പാത്തി പൂവെല്ലാം പറ്റും, പൂവെല്ലാം പറ്റും. ശരി, ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ്. ഇന്നിവിടെ കൊലപാതകം നടക്കും കേട്ടോ. കേറിക്കോളൂ. അവനെ തുപ്പുലുകൊത്തി മീൻ കൊത്തുന്നു. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പാടണം. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ ആരേ സ്വപ്നം കാണുവതാരേ പ്രേമ പൂജ കൃഷ്ണൻകുട്ടി ആര് പുറത്തിറങ്ങി? തേടുവതാരേ ആരേ തേടുവതാരേ ആരേ പൂവിളി പൂവിളി പൊന്നോണമായി പൂവിളി പൂവിളി പൊന്നോണമായി പാട. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂവി. പൂവേ പൂവേ പാലപ്പൂവേ പാടണം, രണ്ടുപേരും പാടണം. പകരം നൽകാം രണ്ടുപേരും പാടണം. പൂവേ പൂവേ പാലപ്പൂവേ ഇത്തിരി പൂവേ പൂവേ പാലപ്പോ. തായോ പൂവേ പാൽ പൂവേ പൂവേ പാലപ്പൂവേ കടമിത്തിരി കവളിൽ തായോ ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ കാർമുകിൽ വണ്ടേ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ തെക്കം പൂങ്കാറ്റേ പോയി ചെല്ലാമോ കള്ളക്കണ്ണുള്ള കാമുകനോട് പൂങ്കാറ്റേ പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ കള്ളക്കണ്ണുള്ള ഈ കാമുകനോട് കള്ളക്കണ്ണുള്ള ഈ കാമുകനോട് നിന്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ. സുധി പോക്കറ്റ് കിടക്കണ ബീഡിയും നിന്റെ നല്ലൊരു സ്ക്രിപ്റ്റും കൊണ്ടാ കൊച്ചിന്റെ കാലയിൽ നിന്ന് ചൂടാക്കട്ടെ.
മനുഷ്യട്ട് അങ്ങനെ തോറ്റ് പിന്മാറിയിട്ടില്ല, വീണ്ടും ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പോവാന്നാ പറയണത്. എന്നാ ശരി, ആയിക്കോട്ടെ, ഒരു വലിയ കൈഡി. ഓക്കെ, വെരി ഗുഡ്, ഗുഡ് ജോബ്. ഇപ്പൊ മനുഷ്യട്ടനാണ്. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കയറാൻ പോണോ ഇനിയും? ദിൽരാജ് കം ഓൺ ദിൽരാജ് ചേത്തിലോട് ദിൽരാജ് അടുത്ത പാട്ട്. മൈക്കൽ ഒന്ന് മതി 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 മതി. വീണ പൂവേ രണ്ടുപേരി. കുമാരനാശാന്റെ വീണ പൂവേ ആ പാടാ, അവൻ വേറെ എന്തെങ്കിലും വിളിച്ചു പറയും. വീണ പൂവേ കുമാരനാശാന്റെ വീണ പൂവേ താമര പൂവിൽ വാഴും ദേവിയല്ലോ നീ. ആരത് നെൽസനോ? നിലാക്കടമ്പിൽ പൂക്കും അടിയോ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. ഓ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കം പൂങ്കാറ്റേ പോയി ചൊല്ലാമോ. പാടിയോ? നല്ല പാട്ട്, നല്ല പാട്ട്, പാട് പാട് പാട്. കള്ളക്കണ്ണുള്ള കാമുകന്റെ എന്റെ ഉള്ളിലുള്ള ലോകമൊന്ന് ചൊല്ലാമോ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കം പൂങ്കാറ്റേ പോയി ചൊല്ലാമോ. അത് അണ്ണ പഠിക്കോ. നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ. ചെമ്പകപ്പൂം കാട്ടിലെ ചിത്രമണി കണ്ടുവോ അണ്ണ പാടണ. കിട്ടൂല. ചെമ്പകപ്പൂങ്കാവിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ തെച്ചിപ്പൂവേ തെങ്കാശി പൂവേ മച്ചാനെ പാറുങ്കടി. വായോ വായോ മാറിൽ ചായ നിനക്ക് പറ്റും, നീ പാട്, പഠിക്കോ. തെച്ചിപ്പൂവേ തെങ്കാശി പൂവേ മച്ചാനെ പാറുങ്കടി. വായോ വായോ നീ എൻ മാറിൽ ചായോ, മാർഗണി മാസമല്ലേ ചെമ്പരത്തി പൂവേ ചൊല്ലൂ, ദേവനെ നീ കണ്ടോ. അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം. ചെമ്പരത്തി പൂവേ ചൊല്ലൂ, ദേവനെ നീ കണ്ടോ. ഞങ്ങളുടെ സഹായം നിനക്ക് വേണ്ട, നീ അടിപൊളിയായിട്ട് പാട്. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ കണ്ണിൽ തേനുണ്ടോ. പൂത്തുമ്പി ചെല്ല പൂത്തുമ്പി ഇടേ ആദ്യം കേറി അനുഭവിച്ചോളി എന്ന് പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ. നീ നന്നായിട്ട് പാടുന്നു. പൂക്കാലരാവിൽ പൂനുള്ളി വന്നു പൂവാൻ കുറിഞ്ഞു പൂവേളി. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ കയ്യിലില്ലടാ. എത്ര പൂവാടാ അഞ്ചലെ. പൂനിലാമഴ പെയ്തിറങ്ങി രാത്രി മല്ലിക മാരിവില്ലൊളി പാട്. പതിയൊരു പാവുകമരുളാം പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം. മേടപ്പൊന്നണിയും അറിയോ? പൂമാനമേ ഒരു രാഗമേഘം താ. പൂമാനമേ
നെൽസ ഈ മൈക്കിനകത്ത് ഇറക്കുണ്ടോ? ഈ ചെറുക്കൻ കുറെ നേരമായിട്ടുള്ളൂ. ചെമ്പരത്തി പൂവേ ചൊല്ല്. ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥ പോഷൻ. ചെമ്പരത്തി പൂവേ ചൊല്ല്. ചെമ്പൂവേ പൊൻപൂവേ കാട്ടുകുറിഞ്ഞി പൂ. കാട്ടും കുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. പറ്റുന്നില്ല മതി 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 ഇറങ്ങിക്കാം. ഓക്കെ ഫൈൻ മതി സൂപ്പർ മതി 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 സൂപ്പർ സൂപ്പർ. ഒരു വലിയ കൈഡി കൊടുക്കണം കേട്ടോ. സൂപ്പറായിട്ട് പാടി. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പൂവേ നമുക്ക് വിടുവല്ല. ചില പിള്ളേര് പാപ്പമായിട്ട് വീണാലും ഉരുണ്ടു പോയാലും അവരുടെ കയ്യിൽ പാപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞവര്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഒരു വലിയ കൈഡി കൊടുക്കണം. വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ. ശ്വേതിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു മനുഷ്യന്റെ? സൂപ്പർ സൂപ്പർ. താങ്ക് യു മേഡം. അതെ, ആ പൂവിനകത്തൊട്ടും പൂമ്പൊടിയിലെല്ലാം കുലുക്കി കളഞ്ഞവൻ. ഈ ആ തണുപ്പില് ഇത്രയും പാട്ടുകൾ ഓർക്കുക എന്ന് പറയണത് എന്തായാലും ശ്രുതിയൊന്നും വരൂല, അത് ഉറപ്പാണ്. പക്ഷെ അത് മാനേജ് ചെയ്തൂലോ. വെരി ഗുഡ്. വെരി ഗുഡ്. അടിപൊളി. പക്ഷെ ടീമും അത്രയും ആര് പറഞ്ഞു? സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടീം മെമ്പേഴ്സിനും അത്രയും. ശരി, സംഗീതമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളെ തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ടീം മെമ്പർ തന്നെ, നമ്മുടെ ടീം ലീഡർ ബിനു. ദാസേട്ടൻ ഇറങ്ങാൻ പോകുന്നു. ബിനു പ്ലീസ് ഒരു എനിക്ക് തോന്നുന്നേ, ടീമിന്റെ ക്യാപ്റ്റൻ ആണ് എപ്പോഴും മുൻകൈ എടുത്തിട്ട് അവിടെ ശ്വേതിച്ചി. നിൽക്കൂ. ആ ക്യാപ്റ്റൻ ഇങ്ങനെ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. അല്ല അങ്ങനെ പറയരുത്. ബിനു നിൽക്കണം. അല്ല, എന്റെ ശ്വേതാ മേനോൻ, എന്റെ ശ്വേതിച്ചി എന്നൊക്കെ ഫസ്റ്റ് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ ശ്വേതിച്ചി പറഞ്ഞത് മാനിക്കണം. ആ എന്റെ ചേച്ചിക്ക് വേണ്ടിട്ട് ഞാൻ എന്റെ ശ്വേതയ്ക്ക് ചേച്ചിക്കോ? തീക്കട്ട തിന്നും ഞാൻ. കുഴപ്പമില്ല. പക്ഷേ ഐസിന്റെ മേളിൽ നിന്ന് പാടൂല. പ്ലീസ് യു ഷുഡ് ഡു ഇറ്റ്. അത് കഴിഞ്ഞ് നെൽസൺ. ലാസ്റ്റ് പറഞ്ഞ ഇംഗ്ലീഷ് അതെന്റെ തട്ടിയത് ഇവിടെയാ. ഞാൻ നോക്കാം കേട്ടോ. എനിക്ക് ഐസ് ഭയങ്കര പ്രശ്നമാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് നെൽസൺ അടുത്ത ക്യാപ്റ്റൻ. അപ്പൊ വലിയ ബോക്സ് ആണ് ഇവര് പറഞ്ഞത്. അച്ചട മോനെ കുച്ചട കട്ട സുഖമാണോ? ശരി, അപ്പിടരുത്. എന്താ അല്ലേ എടുക്കണ്ടേ? അത് തന്നെ. മഞ്ഞ് മഞ്ഞ. സിമ്പിൾ. അടിപൊളി. ഇഷ്ടം പോലെ പാട്ടുണ്ട്. റെഡി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നന്ദി വേണം കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോ ചേച്ചി ചിരിച്ചിരിക്കുക അവിടെ. സ്നേഹം ഒന്ന് മഞ്ഞുമാസപ്പക്ഷി മലർത്തൂവൽ മൗനം പൂക്കും നെഞ്ചിൽ എന്റെ അമ്മായിയമ്മേനെ എന്റെ അയ്യോ സ്വന്തമായിട്ട് പറഞ്ഞോ പറ്റുന്നില്ല. എന്റെ അമ്മായിയമ്മയുടെ സ്വന്തമായിട്ട്. ചേട്ടാ കയറി ട്രൈ ഒന്നുകൂടെ ചേട്ടന്റെ അമ്മായിമ്മ ഒന്നും കൂടെ ധ്യാനിച്ചു. ഏയ് ലക്ഷ്മി ഡ്രൈ എന്ന് പറഞ്ഞ് ഡ്രൈ അടിക്കുന്ന ആളാന്ന് പറഞ്ഞ നമ്മളെ പോലെയാണ്. ഞാൻ ട്രൈ എന്ന് പറഞ്ഞു. റെഡി, 1 2 3 സ്റ്റാർട്ട്. മഞ്ഞു പെയ്യണ മരം കുളിരണ മകരമാസ പെണ്ണേ മലയിൽ മുങ്ങി പുഴയിൽ മുങ്ങി വാ. അയ്യോ സ്ഥലം മാറിപ്പോയി. രണ്ട് പാട്ടുള്ള പാട്ട് പോലെ പാട്ട്. എന്താണ് നിനക്ക് ഭ്രാന്താണുള്ളത്? നിനക്ക് പറ്റും കയറി പറ്റും പറ്റും. നല്ലൊരു കൈയടി കൊടുക്കും. പിന്നെ സെയിം പാട്ട് തന്നെ. അളിയന് പറ്റിയില്ലെങ്കിൽ അളിയന് പകരം ഞാൻ ഇറങ്ങും. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടേ മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ. പറ്റുന്നില്ല മോനെ, പറ്റുന്നില്ല. ഈ അക്ഷരം പറ്റുന്നില്ല. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എന്റെ മൺചിറാതും മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എന്റെ മൺചിറാതും കാബറ ഡാൻസ് പാട്ടാക്കിയല്ലോ. അമ്മ കൈവിട്ട
പാട്ട്? 1000 കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ. പാട്. എന്നിൽ അവിടെ 2 കാലം അവിടെ കളിയാ. ഇതില് മഞ്ഞ എവിടെ? മഞ്ഞ പോയിട്ടൊരു മഞ്ഞപ്പൊടി പോലും ഇല്ല. ഭയങ്കര പാടാ. ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഞാൻ പാടിയ. ശരി ശരി ഓക്കെ കുഴപ്പമില്ല. ഞാൻ ഉല്ലാസിനെ പോലെ കള്ളത്തീറ്റ് നിന്ന് വളർന്നവനല്ല. ശരി ഓക്കെ ഫൈൻ അടിപൊളി ട്രൈ ചെയ്തല്ലോ. നല്ല പെർഫോമൻസ് ആയിരുന്നു. പാടിയ പാട്ടുകൾ ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് മഞ്ഞ് വെച്ചിട്ട് 2 പാട്ട് പാടിയിട്ട് അതെന്ത് വേണ്ടി പിന്നെ തീർച്ചയായിട്ടും. മഞ്ഞളയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞളയിൽ മുങ്ങി പൊങ്ങി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മിഴിയോരം നനഞ്ഞൊഴുകും മോകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും മോകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ഓക്കേ താങ്ക് യു. മഞ്ഞും മണിത്തന്നലും തരും കുഞ്ഞുമണിത്തല്ലോ കുഞ്ഞുമ്മ കൈമാറിയും വേനൽ കുറും നിന്റെ തൂവല തൂവാലകൾ തുന്നിയും ഈ പാഴ്മുളം തണ്ടു പൊട്ടും വരെ ഈ ഗാനമില്ലാതെ ആകും വരെ ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമാ പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ ഇവിടെ നിന്ന് ഞാൻ എല്ലാവരും ഭയങ്കര പാടുപെട്ട് നിന്ന് ചെയ്ത ഭയങ്കര ഇത് വലിയൊരു സംഭവം, നിസ്സാര സംഭവം അല്ല അത്. എനിക്ക് എന്താണോ തണുപ്പ് അങ്ങോട്ട് പിടിക്കുന്നില്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ താങ്ക് യു സോ മച്ച്. പാടിയ പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു ചേട്ടാ. അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ അടുത്തതായിട്ട് വരാൻ പോണത് നമ്മുടെ നെൽസൺ ചേട്ടനാണ്. ശ്വേത ചേച്ചിയുടെ ആഗ്രഹപ്രകാരം നമ്മുടെ നെൽസൺ ചേട്ടനെ നമ്മൾ വിളിക്കുകയാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ 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 എന്താ മഴ തണുപ്പുണ്ട് കേട്ടോ. പ്രണയമണിത്തൂവൽ പൊഴിയും വർണ്ണമഴ കുടി അഴകു വിരിഞ്ഞൊരു തുന്നല തോരാത്തൊരീ മണി മഴ ഗന്ധർവഗാനമീ മഴ തോരാത്തീ മഴ ഗന്ധർവരാഗമീ മഴ പൊഴിയും വർണ്ണമഴ മഴവിൽ കൊടി അഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി നോവിൻ കടലിൽ മുങ്ങിപ്പൊങ്ങി മുത്തുകൾ ഞാൻ വാരി മുത്തുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ മോഹമേ തുടിയിൽ ചിരി കാണാൻ
കാലുകൾ വീണമീട്ടി പാട്ടുപാടാൻ കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം കൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റിന് വീണ തൈമാമ്പഴം അർമ്മിച്ചു പങ്കിട്ട ബാല്യം ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തട്ടു ആരെ തട്ടു പവിഴ മഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീയുമോ എൻ പനമതി വിനയിൽ താളങ്ങളിൽ എൻ മോഹങ്ങളെ. എടാ എനിക്ക് സംശയമുണ്ട്, ഇത് മാറ്റി കാടി വെള്ളമാക്കി ഒന്ന്. മഴ പെയ്ത കുളിരാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അത് അമ്മച്ചി ചുമ്മാ പറഞ്ഞാടാ, മഴയത്തിറങ്ങാതിരിക്കാൻ. മഴവിൽ നിറവുണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അമ്മ മഴക്കാരിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. മഴക്കാരിനു കണ്ണിറഞ്ഞു, കണ്ണീരിൽ ഞാൻ നനഞ്ഞു. മണൽ മായുമീ കാൽപ്പാടുകൾ തേടി നടന്നു ബസന്തേ. അമ്മ മഴക്കാരിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. Okay, fine. Thank അടിപൊളി, you. അടിപൊളി, super. നന്നായിട്ട് പാടി. കളിയാ. ഒരുപാട് പാട്ടുകളും പാടിട്ടോ. ഓ. ശരി, ഓക്കെ. അടുത്തത് എന്നെ അല്ല എന്തായാലും. കാലയിൽ ആണിപ്പുറത്ത് നിൽക്കുന്നോണ്ട് അവന് ഇതേക്കില്ല. അടുത്തതായിട്ട് വരാൻ പോണത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ ഗെയിം ആണെന്ന് അനൗൺസ് ചെയ്തപ്പോ മുതല് നമ്മൾ വിളിച്ചിട്ടും കൂടിയില്ല, പക്ഷെ അതാണ് ആ ഒരു ഗെയിമിൽ പങ്കെടുക്കാനുള്ള ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ മുതലേ പാന്റ് കയറ്റി വെച്ചിരിക്കുക നമ്മുടെ ടീം. കണ്ടോ, എന്നെ ഒന്ന് വിളിക്കൂ, എന്നെ ഒന്ന് വിളിക്കൂ. കാല് മരവെച്ച് മുറിഞ്ഞു ശരി, അപ്പൊ ടീമിന് ഏത് പ്രോപ്പർട്ടിയാണ് അൺബോക്സ് ചെയ്യേണ്ടതെന്നുള്ള ചോദിച്ചോളൂ. സിൽവർ സിൽവർ സിൽവർ. സിൽവർ എന്നൊന്നും പറയല്ലേ, കളറും പച്ച മഞ്ഞ വലത്ത് ഇടത്ത് ഇതൊക്കെ അവനോട് പറഞ്ഞാലേ പറ്റും. മല 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 പാടുപെടും മല കയറാൻ. ആ കൊച്ചിന്റെ പേര് മല മല മല. ഓക്കെ. ശരി ടീമെ, മൈക്ക് വേണ്ട, മൈക്ക് വേണ്ട. ഒന്നാം മല കയറി പോകണ്ടേ, അവിടുന്ന് തല കുത്തിച്ചാടണ്ടേ. രണ്ടാം മല കയറി പോകണ്ടേ, അവിടുന്ന് തല കുത്തിച്ചാടണ്ടേ. മൂന്നാം മല കയറി പോകണ്ടേ, അതുകൊണ്ട് തല കുത്തിച്ചാടണ്ടേ. അപ്പൊ ഞങ്ങള് 3 പാട്ട് ഒറ്റയടിക്ക് പാടിയേക്കോണേ. ഇനി അടുത്തത് മലമേലെ കലമേലെ പെരിയാറിൻ നടുവുള്ള ഇടുക്കി. മലമേലെ കലമേലെ മലമേലെ പെരിയാറിൻ മലയുള്ള ഇടുക്കി. എന്റെ ഇടുക്കി ജില്ലേനെ നീ നശിപ്പിച്ചല്ലോടാ. ആ മല ഈ മല ഞങ്ങളുടെ മല, ആ മല മല ഈ പെരിയ മല. മലമലൂയ മലമലയൂയ 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 അടി മലമലയൂയ അടി മലമലയൂയ 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 ഓഹോ. ഇതുവരെ സൂപ്പറാണ്. അടുത്തത് ഏഴിമല പൂഞ്ചോല മാമലക്ക് മണിമാല. ഏഴുമല പൂഞ്ചോല മാമനിക്ക് മണിമാല. മുത്തുമാല ചിന്ന തമ്പി, മുത്തുമാല ചിന്ന തമ്പി. കൊഞ്ചടി 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 കാറ്റുമുത്ത് ഏഴുമല പൂഞ്ചോല മാമനിക്ക് മണിമാല. മുത്തുമാല ചിന്ന തമ്പി വിളയാട്.
പൈസ വേണം അങ്ങോട്ട് വരാം, ഇതിനെടുത്തോളാവോ? മലരെ നിന്നെ കാണാതിരുന്നിട്ട് പലവേഗം പോട്ടു ഓടുന്ന പോലെ, മലരെ നിന്നെ കാണാതിരുന്നിട്ട് മനമോഹം ഓർത്ത് നിൽക്കുന്നു ഞാൻ. മല പോലെ പോത്ത് നിൽക്കുന്നു. മലരെ നിന്നെ കാണാതിരുന്നിട്ട് പനമേഹം പോലെ ഞാൻ നിന്നു മോളെ. പളഞ്ഞു മുഴുക പളഞ്ഞിമല പുരികന് പള്ളിവേലായുധോ പറക്കണ മുൻമയിൽ വാഹനോ. വരിക വരിക വടിവേല ഹര ഹരോ ഹര. നില്ലം പാടി പാടി നില്ലം താങ്കണക്ക അച്ചകണക്ക താങ്കണക്ക അച്ചകണക്ക മലയാറ്റൂർ മലയും കേറി ജനകോടികളെത്തുമ്പോൾ പൊന്നും കുരിശുമുത്തപ്പോ പൊന്നും കുരിശുമുത്തപ്പോ പൊൻമലകേറ്റം മലയും കേറി ജനകോടികളെത്തുമ്പോൾ അവിടുത്തെ തിരുമുടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ പൊന്നും കുരിശുമുത്തപ്പോ പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം പൊന്നും കുരിശുമുത്തപ്പോ മലകേറ്റം. കട്ടമ്മാല നമ്മുടെ കട്ടമ്മാല, കട്ടമ്മാല നമ്മുടെ കൊച്ചാപ്പിക്ക് ഇഷ്ടപ്പെട്ട കട്ടമ്മാല, കൊച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ട കട്ടമ്മാല, അതി കട്ടമ്മാല നമ്മുടെ കട്ടമ്മാല, കൊച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ട കട്ടമ്മാല. കുമ്പളങ്ങി മലയിലെ കരിമീൻ കഴിച്ചോ, കണ്ണവാളി കടലിൽ കണപ്പ് വന്നു, കണ്ട കടലിലെ മല കണ്ടോ, എന്റെ അടുത്ത മല കണ്ടോ. ടിമേ ടിമേ മാല 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 മാല. ഇറങ്ങിക്കോട്ടെ. അടിപൊളിയായിട്ട് പാടി. ശ്രുതിയൊക്കെ ഭയങ്കര ശുദ്ധമായിട്ടാ പാടി. രസമായിട്ടാ പാടിയെ. ഭയങ്കര രസമായിട്ട്. കുറെ നാളുകൾക്ക് ശേഷം ടീം സിനിമാ പാട്ടുകളൊക്കെ പാടണേ. സൂപ്പർ. എന്തായാലും കൊച്ചു കള്ളൻ വരൂ. ഏത് പ്രോപ്പർട്ടിയാ വേണ്ടേ? അവന് കടിക്കണ പട്ടീനെ അഴിച്ചു വിട്ടാ മതി, പേപ്പട്ടീനെ വേണ്ട. നമ്മുടെ സൈസ് വെച്ചിട്ട് ചെറു നോക്കി എടുക്കാം. സ്വർണ്ണം മതി അല്ലേ? ഓക്കെ, സ്വർണ്ണക്കട്ട. എന്താ പാൽക്കുപ്പി. നമുക്കിതിൽ എന്താ കൊടുക്കണ്ടേ? പാല് കൊടുക്കണോ? അമ്മ കൊടുക്കണോ? പാല് മതി. പാൽ നിലാവിനും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിനീ മൗനം, സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാ ഞങ്ങളിൽ കണ്ണുനീരില്ല. പാൽ നിലാവിനും ഒരു നൊമ്പരം, പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി തുഴയാതെ തുഴയുകയായി നീഹാര നക്ഷത്രം, കണ്ണരവിളകി രാഗാംബരം, പാതിരാ പാൽക്കടവിൽ സ്നേഹാമൃതം, പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി തുഴയാതെ തുഴയുകയായി നീഹാര നക്ഷത്രം. ഇനി അത് മതി, പൂക്കൾ കണ്ടെന്ന് പറയാം. പാലും കൂടമെടുത്ത് അഴകാന പട്ടെടുത്ത് മച്ചാ 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 എന്നെ കണ്ട തോന്നും. പാലും കൂടമെടുത്ത് അഴകാന പട്ടെടുത്ത് മച്ചാ 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 എന്നെ കണ്ട മനസാകെ എന്തിനു തോന്നുമോ, മനസാകെ എന്തിനു തോന്നോ. പാലോ പാലോ നല്ല പശുവും പാലോ, പാലോ പാലോ
നല്ല പശുപാലോ അമ്മയുടെ കുടിച്ചു പശുമ്പാലോ പാലും കുടിച്ചു നടക്കണ നേരം പാലിന്റെ പുറത്താക്കണേ അല്ലേ? ആയോരു പാലിന്റെ ഉള്ളിൽ നിന്നും ടീമേ എന്നൊരു വിളിയും കേട്ടേ. പാലാഴി കടഞ്ഞെടുത്തോരഴകാണു ഞാൻ, പാലാഴി കടഞ്ഞെടുത്തോരഴകാണു ഞാൻ. കാലിൽ കാഞ്ചന ചിലമ്പണിയും മനോഹരമായ അങ്ങനെ പാല് കടയാൻ. പാലാഴി അങ്ങനെ പാലാഴി കടഞ്ഞെടുക്കുന്നു. ഒരു ഭാഗത്ത് ദേവന്മാർ, ഒരു ഭാഗത്ത് അസുരന്മാർ. കാഞ്ചന ചിലമ്പണിയും കലയാണു ഞാൻ. പാലാഴി കടഞ്ഞെടുത്തോരഴകാണു പാലാഴി തീരം കണ്ടു ഞാൻ, കണ്ടു ഞാൻ. പാലാഴി തീരം കണ്ടു ഞാൻ, കണ്ടു. സ്നേഹത്തിൻ നീരം കണ്ടു ഞാൻ. പൂച്ചെണ്ടിനു കൈ നീട്ടി പൂക്കാലം വരവേറ്റു ഒരു സുഖഗാനീളന്നു. അങ്ങനെ അവളെ നോക്കി ഞാൻ ഇങ്ങനെ പാടി. എങ്ങനെ പാടി? പാതിരാ കിളി ഒരു പാൽക്കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ. പാതിരാ കിളി ഒരു പാൽക്കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ. അതെ, തിരുവോണമായിരുന്നു അന്ന്. തിരുവോണ ദിവസം പുത്തൻ പുടവയൊക്കെ അണിഞ്ഞ് അവൾ എന്റെ മുന്നിൽ ഒരു അപ്സരനെ പോലെ വന്നു, ഒരു അപ്സരസിനെ പോലെ അവൾ വന്നു നിൽക്കുകയാണ്. ഞാൻ അവളെ ഒന്ന് സ്പർശിക്കുകയോ തൊട്ട് തലോടുകയോ ചെയ്തില്ല. പാലും പഴവും കൈകളിലേന്തി, 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 പാലും പഴവും കൈകളിലേന്തി. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലൊന്നു തായോ, പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിലൂടെ നടന്നു പോയോ. പാൽക്കാരി പെണ്ണെ പാൽക്കാരി പെണ്ണെ പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിലൂടെ പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിലൂടെ ഞാനൊന്നു പോട്ടെ, പാലത്തിലൂടെ ബല 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 ബല. അടിപൊളി. അല്ല ലക്ഷ്മി, ഈ പാല് വെച്ച് പാട്ട് പാടാൻ നോക്കിയപ്പോ എന്ത് പാടുമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. ഉല്ലാസം ഒത്തിരി പാലിനെ പറഞ്ഞു. ഒരു അടിപൊളിയായിട്ട് പാടി. കഥാപ്രസംഗം പെർഫോമൻസ് ചെയ്ത്, കഥാപ്രസംഗം ഉണ്ടായിരുന്നു, കവിത ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് പാട്ടുകൾ എല്ലാം set. അതാണ് പോയിന്റ് പോകാൻ കാരണം. പാട്ട് പാടാൻ പറ്റുമ്പോ കഥാപ്രസംഗം പെർഫോമൻസ് ആണല്ലേ പാട്ടിലൂടെ ഉള്ള. രസായിരുന്നു അല്ലേ? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അടിപൊളിയില്ല ചേട്ടാ. ഇതിലും ഈ റൗണ്ട്സ് ഇവിടെ തീരാൻ പോവാണ്. അവസാനമായിട്ട് വരാൻ പോണത് ശരിക്കും കാരിരുമ്പിന്റെ കരുത്തുള്ള ഒരു കലാകാരൻ എന്ന് വേണം പറയാനായിട്ട്. മാക്രിയുടെ ഞരമ്പ്. വാരി അലക്കിൻ. കാരിന്റെ കരുത്താകുമ്പോ തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. തണുത്ത വെള്ളമാണ്. ശരി, ചേട്ടൻ പച്ച മതിയെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഞങ്ങള് നല്ല പ്രൈമർ അടിച്ച വിട്ടാണ്. ചന്ദ്രൻ. ഈ കരാട്ടാന്ന് ഞങ്ങൾക്ക് അറിയാം. ആ, തുടങ്ങാം. സ്വയംവര ചന്ദ്രികേ. നീ പാടാ, പിച്ച് കയറ്റി വെച്ചാൽ അവൻ എന്നോട് കൈകിട്ട് കളിക്കുന്നത്. സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണി മേഘമേ ഹൃദയരാഗദൂതുമകരാമോ മധുരം മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ,
വാഴും ഞാൻ ഹബീബി ഹബീബി ഇലാഹിന്റെ മഞ്ചലിലേറെ ഹബീബി ഹബീബി ഇലാഹിന്റെ മഞ്ചലിലേറി സുൽത്താനായി വാഴും ഞാൻ സൽമാ ഹബീബിയാകും ഞാൻ മാനത്തെ ചന്ദ്രനൊത്തൊരു മണിവാലിക കെട്ടും ഞാൻ അറബിപ്പന്നൂതിയൊരുക്കി അൺവാതിൽ പണിയും ഞാൻ അമ്പിളി അമ്മാവ ആമര കുമ്പിളിലെന്തുണ്ട് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത് അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത് അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട് ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ചിരിയിലലിയുന്ന ജീവരാഗം നീലമായിലഴിയുന്ന രാഗമേഘം നെഞ്ചരിയിലഴിയുന്ന ജീവരാഗം ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചരിയിലഴിയുന്നു ജീവരാഗം ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പടവിൽ വാവാ മാമ ചന്ദ്രകാന്ത കൽപ്പടവിൽ വാവാ ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പടവിൽ വാവാ ചന്ദമാമ 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 ഹേ ചന്ദമാമ ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പടവിൽ വാവാ ചന്ദമാമാന്ന് വിളിക്കുന്നത് ചന്ദ്രകാന്ത കൽപ്പടവിൽ ചന്ദ്രകളപം ചാർത്തിയുറനും തീരം ഇന്ദ്രധനുസിൽ പൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്രകാന്തം കൊണ്ട് നാലു കേട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നോ സൽദുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമൽക്കുളം ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നോ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും ഉള്ളിമാനേ എന്തിലൊന്നു തുള്ളി വന്ന എന്തിനാട് കാളിദാസൻ കണ്ടെടുത്ത കാളിമാരേ നിന്റെ എന്റെ ഉള്ളിൽ വന്ന ചന്ദ്രന്മാർക്കിരിപ്പിടമാകും അങ്ങനെ വെള്ള കൗണ്ടർ അടിച്ചേ റൗണ്ടും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സുധിച്ചേട്ടന് മസലായിട്ട് പാടിയിട്ട് എത്ര പാട്ടുകളെ കോൺട്രിബ്യൂട്ട് ചെയ്തേ. അപ്പൊ ഏതായാലും പാട്ട് സുഡോ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇതിലെ ബെസ്റ്റ് പെർഫോമർ അല്ലെങ്കിൽ പ്ലെയർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ആരെ സെലക്ട് ചെയ്താലും ഞങ്ങൾ സഹിക്കും. കാരണം അത്രയേറെ എടുത്തിട്ട് എല്ലാ നമ്മുടെ മധുചേട്ടനാണ്. അടിപൊളി അടിപൊളി അടിപൊളി. താങ്ക് യു. ചേട്ടന് ഐസ് തീരെ ഇഷ്ടല്ല അല്ലേ? തണുപ്പൊട്ടും പിടിക്കില്ല. ഞാൻ ഐസിട്ട് അടിക്കാറില്ല. ഇവിടെ ഇപ്പൊ 100 ചില്ലാനും പാട്ടോടെ ഞാൻ എണ്ണിക്കൊണ്ടിരിക്കണേണ്. എനിക്കൊരു വിഷമമുണ്ട്. എന്റെ പെണ്ണ് കാണാൻ പോയി പാട്ട് കട്ട് ചെയ്ത് കളയോ നിങ്ങൾ. ശ്വേതജി, ഒരുപാട് പാട്ടുകൾ നമ്മളിപ്പോ കേട്ടു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ഏതായിരുന്നു? എന്നിട്ട് അത് ശ്വേതജി എന്നെ പാടുകയും ചെയ്യും. അങ്ങനെ അതാണ് ബുദ്ധിമുട്ട്. ഞങ്ങൾ എല്ലാവരും ഞാൻ വേണമെങ്കിൽ ഒരു ഹിന്ദി പാട്ട് പാടിത്തരാം. ഓക്കെ ഫൈൻ 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 വെൽക്കം. एक दो तीन चार पाँच छः सात आठ नौ 10 11 12 13 तेरा करो दिन गिन गिन के
जब आई बहार 1 2 3 4 5 6 7 8 9 10 11 12 13 അടിപൊളി സൂപ്പർ. ഇപ്പൊ നല്ല അതിമനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ അതെ, കേട്ടത്. അതെ. ഭയങ്കര നമ്മുടെ ചേച്ചി പാടി പാടി. അടിപൊളിയായിട്ട് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആ പാട്ടിലേക്ക് ലയിച്ചു പോയി. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഇതിന് ശേഷം നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ആ ഐസിൽമേൽ കയറി നിന്ന് നല്ലൊരു ഗാനം, ഒരു അടിപൊളി പാട്ട് പാടുന്നതായിരിക്കും. ഓക്കെ, അത് ഒരു ബോക്സ് ഞാൻ പൊളിച്ചു കൊടുക്കും. ആ ബോക്സിലുള്ള ആ പാട്ട് പാടുമ്പോൾ അത് ഓക്കെ. അതെ, ഇതിന്റെയൊക്കെ പാട് കുട്ടിയും കൂടെ അറിയണം. ഇതാണ് ഇതൊക്കെ ചുമ്മാ ഈ വേഷം ഇട്ടുകൊണ്ട് വന്നിട്ട് പോരാ. കിളിഞ്ഞോ പിളിഞ്ഞോ എന്ന് പറഞ്ഞ് കയറിക്കോ. പാടച്ചേ പാടട്ടേന്നോ? വേണ്ട, നനയട്ടെ. എന്തായാലും നനഞ്ഞില്ലേ, ഇനി കുളിച്ചിട്ട് കയറാം. അയ്യാ, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി. അടിപൊളി. അണിഹാരം പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാൻ, തിരുദേവിക്കോവിലിനുള്ളിൽ പിറയാട്ട് കുമ്മിടാൻ, ഈ കുഞ്ഞാങ്കിളി കൂകുന്നത് കുയിലിനറിയുമോ? ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി. ചിരി ചിരിയോ നിന്നൊമ്പര ചിരിയിൽ പിറന്നാൾ തുടിയോ, ചിരി ചിരിയോ നിന്നൊമ്പര ചിരിയിൽ പിറന്നാൾ തിരയോ, പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പോത്തോ, അയ്യാ ഇല്ലിക്കാടടി മുലിയുടരണ കലകൾ പോലെ, കണ്ടില്ലേ കിന്നാരം പറയവരാള്, അയ്യാ ഇല്ലിക്കാടടി മുടിയുടരണ കലകൾ പോലെ, പെണ്ണിന്റെ ചിന്നാരം പറയവരാള്, അയ്യാ ഇല്ലിക്കാടടി മുടിയുടരണ പോലെ. സുற்றும் വീഴിച്ചുടരെ സുற்றும் വീഴിച്ചുടരെ ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ, മുല്ല നിലാവിൻ നൊമ്പരമേൽക്കാൻ സുഖമാണല്ലേ, ചിമ്പകമലരെ കളി പറയാതെ കണിവണ്ടേ കൊതി തൊള്ളാതെ, മധുവിധുരാവിന് എല്ലാം പണ്ട് കളിമായല്ലേ. അടിപൊളി അടിപൊളി. ഒരു പാട്ട് ഞാൻ പറഞ്ഞുതരാം. ആ, ഒരു ചിരി ഇരുചിരി മുച്ചിരി നാച്ചിരി. അയ്യോ, ഇനി കുറെ വേറെ വേറെ പാട്ടുകൾ പാടട്ടെ, അത് കുഴപ്പമുണ്ടോ? എന്ത് വേണമെങ്കിലും പാടാം. കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ, കറുത്ത മിഴികിളകണതെന്തടി കള്ളി കരിങ്കള്ളി, കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ, കറുത്ത മിഴികിളകണതെന്തടി കള്ളി കരിങ്കള്ളി, ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിനുള്ളിൽ എന്താണ്, തൊടുത്തു വിട്ട് നെഞ്ചത്ത് എടുത്തു വെച്ചത് എന്താണ്, എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനത്തെ ഫിഗർ അല്ലേ, പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, ഇഞ്ചിയുടെ പലക മഞ്ഞൾ സേവ പലക മലസിരി പലക മറക്കും മനം കൂടെ ഇല്ലയേ, മറക്കുമാമായന മടിയിലെ മോതൽ പോടമാനേവാ, ഇഞ്ചിയുടെ പലക മഞ്ഞൾ സേവ പലക കലസിരി പലക മറക്കും മനം കൂടെ ഇല്ലയേ. ലക്ഷ്മി വേറൊരു പാട്ടുണ്ട്. പുറത്തോരോലക്കുടയെടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്, ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല, ചെമ്മാനം വാഴണ തുറയറയൻ, അങ്ങേ കടലിലെ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ, അന്തിക്കര പുറത്തോരോലക്കുടയെടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്, ആരാണ്? ഞാനല്ല പരുന്തല്ല പിന്നെ ആരാണ്? ചെമ്മാനം വാഴണ തുറയറയൻ, അങ്ങേ കടലിലെ
ഉറങ്ങാൻ മൂപ്പര് പോണതാണേ മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ മുളമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവലനേ പണ്ടു ഞാൻ വളരെ പണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ മുളമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവലനേ പണ്ടു ഞാൻ വളരെ പണ്ടു ഞാൻ സടുക്ക് വെച്ചിരിക്ക எடுத்து வச்சிருக்க கத்த கோழி மழகு கொண்டு மடிச்சு வச்சிருக்க சரக்கு வச்சிருக்க இறக்கி வச்சிருக்க கத்த கோழி மழகு கொண்டு வறுத்து வச்சிருக்க கோழி ருசியா இழந்த கோழிக்கு கொள்ள குமரி ருசியா இழந்த கோழிக்கு வெட்டு சிறுக்கா சிட்டு நீரு நல்ல ஆடு மசையில் ഇനി അവസാനം ഒരു ഭയങ്കര ഓക്കെ അടിപൊളി സൂപ്പർ നല്ലൊരു അപ്ലാസ് ചേച്ചി ചേച്ചി ഇതിന്റെ കണ്ടിന്യൂറ്റി ചെയ്യുന്നെന്തോ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഇതാണ് ബെസ്റ്റ്. അതെ അതെ ഇതാണ് ബെസ്റ്റ്. ഈ ഗെയിമിലെ ഏറ്റവും ബെസ്റ്റ് ചെയ്താലും അത് വെറുതെ കൊളാവും. അപ്പൊ വേണ്ട. കണ്ടത്തിപ്പണിയും കഴിഞ്ഞ് വരമ്പത്തിരുന്ന് ചായ കുടിക്കാൻ നിൽക്കുന്ന കർഷകയുടെ ലക്ഷ്മി, ഞങ്ങളുടെ സ്കിറ്റ് കഴിയുമ്പോൾ ഒന്ന് അഭിനന്ദിക്കത്തില്ലേ? അതുപോലെ ഞാൻ പറയാം, സൂപ്പർ ആയിരുന്നു, ബെസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളി. ഇടയ്ക്ക് പറയുമല്ലോ ഇങ്ങനെ ചക്കര ഉമ്മ. ഇന്ന് ഐസ്, നാളെ തീ. ഓക്കെ, അടിച്ചു വിളിക്കാം. എന്നാ നിങ്ങൾ എല്ലാരും കൂടെ പറയണ്ട, ബ്രാൻഡിംഗ് ഒക്കെ ഒന്ന് പറയൂ. ഞാൻ കുറച്ചെണ്ണം ഇരിക്കട്ടെ. ഒന്നും വേണ്ട, ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ഷോർട്ട് ബ്രേക്ക്. അങ്ങനെ സൂപ്പർ പവറിന്റെ ഇന്നത്തെ ഈ ഒരു ഈവന്റ് കഴിയുമ്പോൾ എല്ലാവരുടെ കാലിനടിയിലും ചൂട്ട് കത്തിക്കേണ്ട ഒരു അവസ്ഥയുള്ളത് കൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈവന്റ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷെ ഇതൊക്കെ എന്താ ഒരു ഗെയിം സ്പിരിറ്റ് എന്നുള്ള രീതിയിൽ അയ്യോ നമ്മുടെ കൂട്ടത്തിലെ ദേവിക്കുട്ടിയുടെ അടുത്തൊന്ന് ചോദിക്കണ്ടേ നമുക്ക്. അതായത് ഏറ്റവും ചിടുങ്ങാമണിയാണ്. സോ നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലിയിൽ ജോയിൻ ചെയ്തു, ഇപ്പൊ സൂപ്പർ പവറിൽ വന്നു. ഇഷ്ടപ്പെടുന്നുണ്ടോ? അടിപൊളി. ഞാൻ നോക്കണതല്ല, ഈ ചുരത്തിലെ ഫിലോമിന എവിടെ വന്നിരിക്കണേ നിങ്ങൾ ആരും കണ്ടില്ലേ? ചുരം സിനിമ, ഭരതൻ സാറിന്റെ ചുരം സിനിമയില്. അപ്പൊ ഇതിലും ഇന്നത്തെ ഈ ഒരു ഈവന്റ് ഹാപ്പി സൺഡേ. വേഗം കിടന്നുറങ്ങിക്കോളൂ, കാരണം മൺഡേ ആവും നെക്സ്റ്റ് ഡേ. അപ്പൊ നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടി വരും. സോ റുട്ടീൻസ് എല്ലാം വേഗം ടപ്പ് ടപ്പ് ചെയ്യുന്നവണ്ടേ. അപ്പൊ ഞങ്ങൾ ടപ്പ് ടപ്പ് ചെയ്യുന്ന എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബൈ.